ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് കാർ ഡ്രൈവിങ്ങിൽ വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു ട്യൂട്ടോറിയലാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതായത് നമ്മൾ കാർ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ടൈമിൽ നമുക്കൊരു വാഹനം അത്യാവശ്യം ബേസിക്കായിട്ട് ഓടിച്ച് പോകാനായിട്ട് അറിയാം. പക്ഷെങ്കിൽ ഇതുവരെയും നമ്മൾ ഒരു പരിധിവരെ ഡ്രൈവിങ്ങിൽ മനസ്സിലാക്കാത്തത് അല്ലെങ്കിൽ പഠിക്കാത്ത ഒരു കാര്യമാണ് രാത്രി കാലങ്ങളിൽ എങ്ങനെ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യാം. രാത്രി കാലങ്ങളിൽ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മളുടെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഉപയോഗങ്ങൾ എങ്ങനെ കൃത്യമായിട്ടും യൂസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളുടെ വാഹനത്തിൻ്റെ ടോപ്പ് ലൈറ്റ്, അതായത് നമ്മളുടെ വാഹനത്തിൻ്റെ റൂഫിൽ വരുന്ന ലൈറ്റിൻ്റെ കൃത്യമായിട്ടുള്ള ഉപയോഗം. അപ്പോൾ അത് നിങ്ങൾ ഓർക്കും സ്വിച്ച് ഒന്ന് ഓണാക്കിയാൽ പോരെ, അല്ല. എന്നാൽ ഈ ലൈറ്റിനും പ്രത്യേക ചില ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് പുതിയ ചില അറിവുകൾ തീർച്ചയായിട്ടും ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് വീഡിയോ നിങ്ങളൊന്ന് പൂർണ്ണമായിട്ട് കണ്ടിട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. കാർ ഡ്രൈവിങ്ങിൽ നിങ്ങൾക്ക് രാത്രി കാലങ്ങളിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ ആരംഭിക്കാം. അതായത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ടോപ്പ് ലൈറ്റിൻ്റെ യൂസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് ടോപ്പ് ലൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും നമുക്ക് വണ്ടിയുടെ ഈ സ്വിച്ച് ഒന്ന് ഓൺ ആക്കി കഴിഞ്ഞാൽ ടോപ്പ് ലൈറ്റ് ഓൺ ആയല്ലോ. അപ്പോൾ അതിനകത്ത് എന്താണ് ഇത്ര മനസ്സിലാക്കേണ്ടത്? സ്വിച്ച് നമ്മൾ ഇങ്ങോട്ട് വലിച്ചിട്ട് കഴിഞ്ഞാൽ ഓഫ് ആകും. എന്നാൽ ഈ ടോപ്പ് ലൈറ്റിൽ 3 മോഡുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഓൺ മോഡ്, ഇവിടെ സെൻറ്ററായിട്ട് ഡോർ എന്ന് പറയുന്നൊരു മോഡുണ്ട്, ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഓഫ് എന്ന് പറയുന്നൊരു മോഡുണ്ട്. ഇപ്പോൾ നമ്മൾ ഓൺ മോഡിലാണ് ഇട്ടേക്കുന്നത്. ഇവിടെ നമ്മൾ സെൻറ്ററിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഡോറിൻ്റെ മോഡിലേക്ക് വീണു. ഇവിടെ നമ്മൾ തീർത്തും ബാക്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് മോഡിലേക്ക് ഇട്ടു. രാത്രി കാലങ്ങളിൽ നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ ടോപ്പ് ലൈറ്റ് ഓൺ ചെയ്ത് ഒരിക്കലും ഒരു കാരണവശാലും ആരും വണ്ടി ഡ്രൈവ് ചെയ്യാറില്ല. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, രാത്രി കാലങ്ങളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മളുടെ വാഹനത്തിൻ്റെ ഉൾവശത്ത് വെട്ടത്തിൻ്റെ ആവശ്യമില്ല. നമുക്കവിടെ ഒരു കാരണവശാലും വെട്ടത്തിൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് വെളിയിലേക്ക് ഉള്ള വെട്ടം മതി. അതിന് നമ്മൾ വാഹനത്തിൻ്റെ ഉള്ളിലുള്ള ബ്രൈറ്റ് ലൈറ്റ് നമ്മൾ ഓണാക്കി കൊടുത്ത് ഡിമ്മും ബ്രൈറ്റ് ചെയ്താണ് ഓടിക്കുന്നത്. അപ്പം നമുക്ക് ഈ ടോപ്പ് ലൈറ്റിൻ്റെ യൂസ് വരുന്നത് എപ്പോഴും നമുക്ക് രാത്രിയിൽ എവിടെയെങ്കിലും നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് കാണാനായിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു പാർക്ക് ചെയ്തിടുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഈ സ്വിച്ച് ഓൺ ആക്കിക്കൊണ്ട് നമുക്ക് ലൈറ്റ് തെളിയിക്കാനായിട്ട് കഴിയും. പക്ഷെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു വണ്ടി ഓഫ് ആക്കിയതിന് ശേഷം, അതായത് നമ്മൾ ഇതുപോലെ വീടിൻ്റെ മുന്നിൽ വന്ന് വണ്ടി പാർക്ക് ചെയ്യുന്നു. പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വണ്ടി ഓഫ് ആക്കിയിട്ട് വെളിയിലേക്ക് ഇറങ്ങുന്ന ടൈമിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടിയുടെ ഉള്ളിൽ വെട്ടം കിട്ടണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇവിടെ ഇപ്പോൾ ഓൺ മോഡിലാണ് കിടക്കുന്നത്. ഇത് നമ്മൾ സെൻറ്ററിലേക്കാക്കി ഡോർ മോഡിലേക്കാക്കിയാണ് ഇടുന്നതെങ്കിൽ നമ്മൾ എപ്പോഴൊക്കെ ഡോറ് തുറക്കുന്നു, അതായത് രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ പകൽ സമയത്തായിക്കോട്ടെ, നമ്മൾ ഡോറ് തുറക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ലൈറ്റ് തെളിയും. അതുകൊണ്ടാണ് ഈ ഡോർ മോഡ് ഇടുന്നത്. അപ്പോൾ നമ്മൾ രാത്രിയിൽ ഇതുപോലെ വണ്ടി പാർക്ക് ചെയ്യുന്നു. അതിനുശേഷം വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാനിവിടെ ഈ ഡോർ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ലൈറ്റ് തെളിയും. അപ്പോൾ നമുക്കിവിടെ ക്ലിയർ ആയിട്ടുള്ള ഒരു വെട്ടം കിട്ടും. ഈ ടോപ്പ് ലൈറ്റ് ചെറിയൊരു കാര്യമാണ്. ഈ ടോപ്പ് ലൈറ്റ് എപ്പോഴും നമ്മൾ ഈ ഡോർ മോഡിൽ ഇടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കൃത്യമായിട്ട് ഇത് നമുക്ക് തെളിഞ്ഞ് കിട്ടുന്നതാണ്. ഇനി നമ്മൾ ഈ ഡോർ അങ്ങ് അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കുക, ഡോർ ഞാൻ അടച്ച സമയത്ത് ഇത് ഇങ്ങനെ തെളിഞ്ഞു കിടക്കുകയാണ്. ഇപ്പോൾ ഒരു ശകലം, ഒരു കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകും. കണ്ടില്ലേ, ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓഫായി. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മളുടെ വാഹനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഹെഡ്ലൈറ്റിൻ്റെ ഉപയോഗത്തെക്കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഹെഡ്ലൈറ്റിൻ്റെ ഉപയോഗത്തിൽ നമ്മൾ കുറേ അധികം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് പാർക്കിംഗ് മോഡൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ വാഹനത്തിൻ്റെ ഈ സ്റ്റിയറിംഗ് വീലിനോട് ചേർന്ന് റൈറ്റ് സൈഡിൽ ഒരു ലിവർ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നമുക്കിത് ഈ ഒരു ഭാഗത്തൊരു ലിവർ കാണാം. അവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ലിവർ ഉപയോഗിച്ചാണ് നമ്മളുടെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് പ്രവർത്തിക്കുന്നത്. ഈ ഹെഡ്ലൈറ്റിന് നമുക്ക് 3 മോഡുണ്ടെന്ന് പറയാം. അതായത് 1 പാർക്കിംഗ് മോഡ്, 2 നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ ബ്രൈറ്റ് മോഡ്, 3 എന്ന് പറയുന്നത് നമുക്ക് ഡിം മോഡ്, അതായത് ഹൈ ബീം, ലോ ബീം എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അതിന് ഞാൻ വണ്ടിയുടെ താക്കോൽ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കുകയാണ്.
ഓൺ ആക്കിയതിന് ശേഷം ഞാൻ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്റ്റാർട്ട് ചെയ്ത് ന്യൂട്രൽ പൊസിഷനിലേക്ക് ആക്കുന്നു. നമുക്ക് ലൈറ്റ് ഇടുന്ന സമയത്ത് എപ്പോഴും നമ്മളോട് വണ്ടി സ്റ്റാർട്ടിങ്ങിലായിരിക്കണം. ബാറ്ററിയിൽ നിന്നാണ് പ്രത്യേകിച്ച് നമ്മൾ ലൈറ്റ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാതെയാണ് വണ്ടിയുടെ ലൈറ്റ് ഓൺ ആക്കി ഇടുന്നതെങ്കിൽ കുറേയധികം സമയം വണ്ടി അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ബാറ്ററിയുടെ ചാർജ് ഇറങ്ങിപ്പോകും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, ന്യൂട്രൽ പൊസിഷനിലാക്കുന്നു, ഹാൻഡ് ബ്രേക്കിൽ ഇട്ടിട്ടുണ്ട്. ഇനി വണ്ടി ഉരുണ്ടു പോകത്തില്ല. നമുക്ക് ക്ലച്ചിൽ നിന്നും ബ്രേക്കിൽ നിന്നും കാലെടുത്ത് ഫ്രീ ആയിട്ടിരിക്കാം. ഓക്കെ, ഇനി ഈ ഒരു സ്വിച്ചിൽ നിങ്ങൾ നോക്കുക, ഈ ഒരു ലിവറിൽ നമുക്കിത് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു കർവോട് കൂടി ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അത് നമുക്കിത് ഇവിടെയും കാണാൻ കഴിയും. ഈ സൈഡിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ നമ്മളിത് ഇങ്ങനെ കൈ പിടിക്കണം. അതായത് നമ്മുടെ ഈ വിരലുകൾ ഈ ഒരു രീതിയിൽ നമ്മൾ പിടിച്ചിട്ട് നമ്മൾ നോക്കുക, ഇങ്ങനെ മുന്നോട്ടൊന്ന് തിരിക്കുക. അതായത് മുന്നോട്ടൊരു തിരിവ് തിരിക്കുക. ഒരു തിരിവ് മുന്നോട്ട് തിരിക്കുന്ന സമയത്ത് നിങ്ങളിവിടെ ശ്രദ്ധിച്ച് കാണും, ഇവിടെ നമുക്കൊരു ഓറഞ്ച് നിറത്തിലുള്ള ഒരു ലൈറ്റ് ഭാഗം ഇവിടെ തെളിഞ്ഞിട്ടുണ്ട്. ഞാനത് നിങ്ങളെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഇത് വീണ്ടും ഞാൻ പുറകോട്ട് തിരിക്കുന്നു, കണ്ടോ? ഇപ്പോൾ ലൈറ്റ് ഓഫായി. വീണ്ടും ഞാൻ മുന്നോട്ട് തിരിക്കുന്നു. ഇപ്പം നമുക്കിവിടെ ഓറഞ്ച് കളറിൽ ഒരു ലൈറ്റ് വന്നിട്ടുണ്ട്. ഇത് പാർക്കിംഗ് മോഡെന്ന് പറയും. അതായത് നമ്മളുടെ വാഹനത്തിൻ്റെ പാർക്കിംഗ് മോഡിലാണ് ഇപ്പോൾ നമ്മൾ കിടക്കുന്നത്. ഇത് പ്രത്യേകിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് രാത്രി കാലങ്ങളിൽ നമ്മളൊരു വണ്ടി ഒരു സൈഡിലൊക്കെ ചേർത്ത് പാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ വാഹനത്തിൻ്റെ ഫ്രണ്ടിലെയും ബാക്കിലെയും ലൈറ്റുകൾ പാർക്കിംഗ് മോഡിൽ തെളിഞ്ഞു കിടക്കും. അപ്പം നമ്മുടെ വണ്ടി ഇവിടെ കൃത്യമായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു മോഡാണ്. അപ്പോൾ ഈ മോഡ് ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ ഒന്നും കൂടെ മുന്നോട്ട് തിരിക്കുക. നിങ്ങൾ നോക്കുക, ഒന്നും കൂടെ ഞാനിത് മുന്നോട്ട് തിരിക്കുന്നു. മുന്നോട്ട് തിരിക്കുന്ന സമയത്ത് നമ്മളുടെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. അത് നിങ്ങൾക്കിത് ആ ഒരു ഭാഗത്ത് നമുക്ക് അവിടെ മുന്നിലായിട്ടൊരു ചെടിയുണ്ട്. ആ ചെടിയുടെ ആ ഒരു ഭാഗത്തെ ലൈറ്റ് കാണാം. ഞാനിത് ലൈറ്റ് ഇവിടെ ഓഫ് ചെയ്യുകയാണ്. നിങ്ങൾ നോക്കും, ഇവിടെ ഞാൻ ഓഫ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ലൈറ്റ് ഓഫ് ആവും. കണ്ടോ? ലൈറ്റ് ഓഫായി, ഇപ്പോൾ ലൈറ്റ് ഓൺ ആയി. ഇപ്പോൾ ഇത് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. ഇനി ഈ ഹെഡ്ലൈറ്റിലെ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഹെഡ്ലൈറ്റിൽ രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് വാഹനത്തിൻ്റെ ബ്രൈറ്റ് മോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് റോഡും മുന്നോട്ടുള്ള ഭാഗവും സൈഡിലുള്ള വശങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് കാണുന്നതാണ് ബ്രൈറ്റ് മോഡ് എന്ന് പറയുന്നത്. ഇനി ഡിം മോഡ് എന്ന് പറയുന്നത് നമുക്ക് തീർത്തും റോഡിൻ്റെ താഴ്ഭാഗം മാത്രമേ കാണത്തുള്ളൂ. ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ റോഡിലേക്ക് മാത്രമായിരിക്കും ആ നമ്മുടെ ലൈറ്റ് പതിക്കുന്നത്. അപ്പോൾ ഡിം മോഡിൽ ഓടിക്കുന്നത് ഓപ്പോസിറ്റ് മറ്റ് വാഹനങ്ങൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ തിരക്കില്ലാത്ത സിറ്റികളിലൂടെയൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ലൈറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഡിം മോഡിലേക്ക് ഇടും. ഇപ്പോൾ നമ്മളുടെ വാഹനം ഡിം മോഡിലാണ് കിടക്കുന്നത്. അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ അത് മനസ്സിലാക്കാം. ഒന്ന്, ഇവിടെ നമുക്ക് ഡിം മോഡിൽ കിടക്കുന്ന സമയത്ത് ഈ മീറ്റർ കൺസോൾ വെറും ഫ്രീ ആയിട്ടായിരിക്കും കിടക്കുന്നത്. എന്നാൽ ഞാനിത് ഈ ലിവർ പിടിച്ചുകൊണ്ട് ജസ്റ്റ് നേരെ താഴോട്ടാക്കുകയാണ്. ഓക്കെ, ഇപ്പം താഴോട്ടാക്കിയപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇവിടുത്തെ ലൈറ്റ് ഒരു നീല കളറിൽ തെളിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു നീല അടയാളം വന്നിട്ടുണ്ട്. ഈ നീല അടയാളത്തിൻ്റെ അർത്ഥം നമ്മൾ ബ്രൈറ്റ് മോഡിലാണ്, അതായത് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ലൈറ്റിൻ്റെ മോഡിലാണ് നമ്മൾ കിടക്കുന്നത് എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ നോക്കിക്കേ, കണ്ടോ? ദേ ഇപ്പം നമ്മൾ നേരത്തെ കണ്ട ഒരു വെട്ടം, ഇത് ആ കിണറിൻ്റെ ആ ഒരു ഭാഗത്തെ മേളിലേക്ക് വെട്ടം വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഇവിടുന്ന് ഈ മോഡ് നേരെ ജസ്റ്റ് മേളിലേക്ക് ആക്കുകയാണ്. നിങ്ങൾ നോക്കും, ഇപ്പോൾ താഴോട്ടാക്കി നേരെ മേളിലേക്ക് ആക്കുമ്പോൾ വെട്ടം നേരെ താഴോട്ട് വന്നു. ഇനി വീണ്ടും നേരെ താഴോട്ടാക്കുമ്പോൾ മോഡ് നേരെ ഈ സ്വിച്ച് നേരെ താഴോട്ടാക്കുമ്പോൾ വെട്ടം മേളിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് നീല തെളിഞ്ഞല്ലോ. ഇത് ബ്രൈറ്റ് മോഡാണ്. അപ്പോൾ ഒരു വണ്ടി വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഇത് നമ്മളിങ്ങനെ നേരെ തിരിച്ചിട്ട് കൊടുക്കണം. അതായത് മേളിലേക്ക് ഇട്ട് കൊടുക്കുക. മേളിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഡിം മോഡിലേക്ക് വന്നു, താഴോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ബ്രൈറ്റ് മോഡിലേക്ക് വന്നു. അപ്പോൾ രാത്രി കാലങ്ങളിൽ ഒട്ടും കാണത്തില്ലെങ്കിൽ ബ്രൈറ്റ് മോഡിൽ ഇടുക. ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോഴത്തേന് എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ ഡിമ്മിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടോ? അപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഒരു പാസ് ലൈറ്റിൻ്റെ ഉപയോഗം കൂടെ ഉണ്ട്, അതുകൂടെ മനസ്സിലാക്കുക. പാസ് ലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ലിവർ ജസ്റ്റ് പിടിച്ചിട്ട് മേളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് നീല ലൈറ്റ് തെളിയും. നിങ്ങൾ നോക്കിക്കേ, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് വിട്ട് കഴിഞ്ഞാൽ വീണ്ടും അത് ഓഫ് ആവും. കണ്ടോ? ഇതാണ് പാസ് മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാസ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നു, നമുക്ക് നമ്മുടെ വണ്ടി ഒന്ന് ഓവർടേക്ക് ചെയ്ത് കയറുന്ന സിറ്റുവേഷനിൽ പല ആൾക്കാരും ഈ പാസ് മോഡിൽ ഇങ്ങനെ വെക്കും. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ ലൈറ്റ് അവിടെ മിന്നുകയും കെടുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കേ, ഞാൻ ഈ സ്വിച്ചാൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മിന്നുകയും കെടുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ വണ്ടി മുന്നോട്ട് കയറി പോകാനായിട്ട് കാണിക്കുന്നു, അല്ലെങ്കിൽ പ്രത്യേക സിഗ്നലുകൾ കാണിക്കേണ്ട സിറ്റുവേഷനിൽ വേണം നമ്മൾ ഈ ഒരു പാസ് ഇൻഡിക്കേറ്റർ നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ട് ഹെഡ്ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. ഇനി ഹെഡ്ലൈറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗം പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്താം. അതായത് നമ്മുടെ വണ്ടി നമ്മൾ കൃത്യമായിട്ടും നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്തതിന് ശേഷം, ഇതുപോലെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഹെഡ്ലൈറ്റ് പൂർണ്ണമായിട്ട് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പൂർണ്ണമായിട്ട് നമ്മളിത് ഈ സ്വിച്ച് നമ്മൾ നേരെ തിരിച്ച് പുറകിലേക്ക് ആക്കുക. അപ്പം നമുക്ക് നോർമൽ കണ്ടീഷനിലേക്ക് എത്തുമ്പോൾ ഈ ലൈറ്റ് എല്ലാം ഓഫ് ആകും. ഇപ്പം ഞാൻ വീണ്ടും ഓൺ ആക്കുവാണ്, ഈ ലൈറ്റ് എല്ലാം തെളിഞ്ഞു,
വീണ്ടും നമ്മളിത് ഓഫ് ചെയ്യുന്നു. കണ്ടോ, ഇതിപ്പോൾ പൂർണ്ണമായിട്ട് നമ്മുടെ വണ്ടിയുടെ ലൈറ്റ് എല്ലാം ഓഫാക്കി. ഓഫ് ആയതിന് ശേഷം മാത്രമേ നമ്മൾ കീ ഓഫ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഒരു കാരണവശാലും നമ്മൾ ഈ ഹെഡ്ലൈറ്റ് ഓൺ ആക്കിയിട്ട് കീ ഓഫ് ചെയ്യരുത്. കാരണം നമ്മൾ പിന്നീട് നമ്മൾ വണ്ടിയുടെ വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് വണ്ടിയുടെ കീ ഓഫ് ആണെങ്കിൽ പോലും ഈ ലൈറ്റ് ഒരു പക്ഷെങ്കിൽ തെളിഞ്ഞു കിടക്കും. നിങ്ങൾ നോക്കുക, ഞാനിത് വണ്ടിയുടെ കീ പൂർണ്ണമായിട്ട് ഓഫ് ചെയ്തു. ഇത് താക്കോലെടുത്തു, ഈ മോഡ് ഓൺ ആണ് കിടക്കുന്നത്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഓണിലാണ് കിടക്കുന്നത്. അപ്പം നമുക്ക് കുറേ അധികം നമ്മുടെ വണ്ടിയുടെ ബാറ്ററി ചാർജ് ഇറങ്ങിപ്പോകും. ഈ ഒരു ഭാഗത്ത് മീറ്റർ കൺസോളിലെ ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഇവിടെ തെളിഞ്ഞാണ് കിടക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, വണ്ടി ഓഫ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ സ്വിച്ച് പൂർണ്ണമായിട്ട് ഓഫ് ചെയ്തിട്ടേ താക്കോൽ ഊരിയെടുക്കാനായിട്ട് പാടുള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ടും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ലൈറ്റ് ഡോർ മോഡിലേക്ക് ആക്കിയിട്ടേക്കുന്നതുകൊണ്ട് ഇനി നമുക്ക് ഇവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ഞാൻ ഈ ഡോറ് തുറക്കുവാണ്. ഡോറ് തുറക്കുന്ന സമയത്ത് ഇത് അവിടെ ലൈറ്റ് തെളിഞ്ഞു, കണ്ടോ. അപ്പോൾ നമുക്ക് ഇറങ്ങാനായിട്ടും കഴിയും. അതിനുശേഷം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിവിടെ ഡോർ ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക, വെളിയിൽ ഇറങ്ങിയിട്ട് ഡോർ അടയ്ക്കുന്ന സമയത്ത് ഒരു നിശ്ചിത സെക്കൻഡുകൾ ഇതിങ്ങനെ പ്രകാശിച്ച് നിന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഈ പ്രകാശം, അതായത് ഈ ഒരു ലൈറ്റ് ഓഫായി പോകുന്നതാണ്. നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഓഫായി പോകും, കണ്ടോ, ഓഫായിപ്പോയി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. വീണ്ടും നമുക്ക് പുതിയൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.